2-3 ദിവസമായിട്ട് അനുമോൾ ആദിലോട് നൂറയായിട്ട് ഒരു കണക്ഷനും ചെന്നിട്ടില്ല. അനുമോൾക്ക് അത്ര ഹേർട്ട് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ആദിലെ നൂറ അക്ബറും എല്ലാം മാറി നമ്മുടെ അനുമോളെ തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾ മാത്രമല്ല ഇവർക്ക് ഇപ്പോൾ കണ്ടന്റ് ആയിട്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അക്ബർ പറയാണ് അനുമോൾ ആരോടും ക്ഷമയൊന്നും ചോദിക്കത്തില്ല, അതാണ് ഇതാണ്, പുറത്തുനിന്ന് കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണെന്നും. അപ്പോൾ ആദിലേയും പറയുന്നു, പലരും പറഞ്ഞിട്ടുണ്ട് അനുമോൾ യൂസ് ആൻഡ് ത്രോ ആണ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ. പക്ഷേ അനുമോളുടെ പുറത്ത് നിറയെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അനുമോളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അനുമോളുടെ PR-നെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞതുപോലെ അനുമോളുടെ ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട്സായി ഇവർ പറഞ്ഞതുകൊണ്ടാണ് അനുമോൾക്ക് അത്രയും വേദനിച്ചത്. പക്ഷേ ഇവർ മാറി നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഈ ആഴ്ച ഫുൾ കണ്ടന്റ് അനുമോളാണ്. പക്ഷെ അനുമോൾ ഒന്നിനും മിണ്ടാനില്ല എന്നത് ഒരു സത്യമാണ്. അനീഷ് മാത്രമേ അനുമോളുടെ കൂടെ നിൽക്കുന്നുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ സഹിച്ച് നിൽക്കുമ്പം അനുമോൾ തന്നെ വിൻ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമ്മുടെ അനീഷും നല്ലത് തന്നെയാണ്, അനീഷും വിൻ ചെയ്യണം. അപ്പോൾ പാട്ട ഗേൾസ് ഇനി ഒന്നിക്കണമെങ്കിൽ ലാലേട്ടൻ തന്നെ വിചാരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച ലാലേട്ടൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ റെഡി ആകാതിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ നൈസായിട്ട് ചോദിക്കത്തില്ല. അടുത്ത ആഴ്ച എന്തായാലും പഴയ ആളുകളെല്ലാം ഫാമിലിയിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അനുമോളുടെ കുറ്റം മറിച്ചിൽ കേൾക്കാം. എന്തായാലും ഞങ്ങളുടെ മനസ്സിൽ അനുമോൾ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരാഴ്ചയും കൂടെ കാത്തിരുന്നാൽ വിന്നറെ അറിയാം. അനീഷ് അനുമോളൊക്കെ ജയിക്കട്ടെ. എന്തായാലും കൊള്ളാം. അക്ബർ ഇപ്പം എന്തായാലും അതിലൂടെ കൂട്ടായിട്ടുണ്ട്. അതുവരെ ഒറ്റപ്പെട്ടിരുന്നാണ് അനുമോൾ മാറിയപ്പം അക്ബർ അവർ തമ്മിൽ കൂട്ടായി. കളികൾ മുറുകട്ടെ. Thank you so much guys.